മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. In the last class, we have seen various drag body reduction on the car body drag reduction techniques, and we have seen underbody dams. What is a dam? We have seen a video regarding the dams. What is a dam? Now we can see different types of aerodynamic lift controlling. How the lift is controlling, aerodynamic lift is controlled. The first case is regarding the underbody dams. Underbody dam ഉപയോഗിച്ച് എങ്ങനെയാണ് ലിഫ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. So the effect, you can see the effect of the underbody, front and also rear dams with respect to the lift and drag coefficient. You can see here. This is the general pattern for the rear lift and for the front lift. Is the change in drag lift coefficients. So here you can see the effect for the underbody dams seen in the back portion or the rear surface, rear portion. Here the dam is present in the rear portion, and in this case the dam is present in the front portion. In the both cases, you can see the path of the air or the airflow. You can see here, you can see the reduced pressure, and here due to the presence of dam on the rear space, a semi-stagnant or high stagnant pressure is developed here. So as a result, there will be a upthrust or positive lift on the vehicle. In this case, where the dam is present on the front portion, here the high speed pressure. Here, just below here, there is high speed and low pressure. So and on the bottom portion, you can see low pressure compared to the top portion. So there will be a resulting negative lift downwards. So the down thrust will be acting here. This is regarding the underbody dams. So various type of wheel. Here in the first case, exposed wheel. നമുക്ക് ഈ F1 കാറിനകത്തൊക്കെ കാണുന്ന പോലെ എക്സ്പോസ്ഡ് വീൽ ഉണ്ടാവും. എക്സ്പോസ്ഡ് വീൽ ആണെങ്കിലുള്ള അതിന്റെ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. This is the direction of rotation or angular velocity omega is given here, and the concentric streamlines are shown here. In the velocity gradient പറഞ്ഞിട്ടുണ്ട്, ഓരോ പോയിന്റിലെയും വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ഇവിടെ ഇങ്ങോട്ട് വരുന്നതോറും മാക്സിമം ആവുന്നുണ്ട്, ഇവിടെ കുറവായിരിക്കും, കൂടി വരുന്നുണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫിഗറിൽ. ഇതിന്റെ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ആ എയർ ഫ്ലോ ചെയ്യുന്നതിന്റെ ഒരു മോഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ മൂവ്മെന്റ്, വെഹിക്കിൾ മൂവ്മെന്റ് ഈ ഒരു ഡയറക്ഷനിലായിരുന്നു, ഡയറക്ഷൻ ഓഫ് വീൽ മൂവ്മെന്റ്. ഇനി എയർ സ്ട്രീം വരുന്ന ആ ഒരു ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതാണ് സെപ്പറേഷൻ, ഇവിടെ വോർട്ടെക്സ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്തായിരിക്കും, ലോ പ്രഷർ റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ബാക്കിയുള്ള പോർഷനിൽ ഹൈ പ്രഷർ ഉണ്ടാവും, ഒരു പോസിറ്റീവ് ലിഫ്റ്റ് ഉണ്ടാവും.
through this direction. ഇതിന്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഓരോ പോയിന്റിലെ ഈ ഒരു ഏരിയയിൽ പോസിറ്റീവ് പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ് വരുന്നത്. അപ്പം ഇതിന്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ത്രൂ ഔട്ട് ദ എൻറ്റയർ സർക്കിൾ. ഇവിടെ ഈ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കാരണം ഒരു റിസൾട്ടന്റ് അപ്വേർഡ് ലിഫ്റ്റ് ആയിരിക്കും മുകളിലേക്ക് ഉണ്ടാവുക. ഇതാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഫിഗർ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഇത്രയാണ് എക്സ്പോസ്ഡ് വീലിന്റെ കേസിൽ. അതായത് അപ്പൊ അതിന്റെ മഡ് ഗാർഡ് പോലുള്ളൊന്നും ഉണ്ടാവില്ല. എക്സ്പോസ്ഡ് ആയിട്ടുള്ള വീലാണെങ്കിൽ അതിനകത്ത് വരുന്ന പ്രഷർ ഡിഫറൻസുകളാണ് കാണിച്ചിരിക്കുന്നത്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അത് പ്രകാരം ഉണ്ടാവുന്ന റിസൾട്ടന്റ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ത്രസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ പാർഷ്യലി എൻക്ലോസ്ഡ് ആണെങ്കിൽ, പാർഷ്യലി എൻക്ലോസ്ഡ് ഈ കാണുന്ന പോലെ പാർഷ്യലി എൻക്ലോസ്ഡ് ആണെങ്കിൽ അതിന്റെ എയറിന്റെ മൂവ്മെന്റ് ആണ്. എയർ മൂവ്മെന്റ് ഈ താഴേക്കൂടെ വന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്താണ് ഇതിന്റെ മുകളിൽ കൂടെ കൂടെ പാസ് ചെയ്യും. ഇവിടെ കൂടെ പാസ് ചെയ്തിട്ടായിരിക്കും പോവുക. ഇതാണ് അതിന്റെ എയർ മൂവ്മെന്റ്. അതുപോലെ തന്നെ മുകളിൽ കൂടെ മാത്രമല്ല സൈഡിൽ കൂടെയും പോകുന്നുണ്ടാവും. വോർട്ടെക്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് അതിന്റെ വോർട്ടെക്സസ്. ഫ്ലോ സെപ്പറേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് അതിന്റെ ടോപ്പ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് അതിന്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് ഫോർ പാർഷ്യലി എൻക്ലോസ്ഡ് വീൽ എയർ ഫ്ലോ പാറ്റേൺ. ഇനി പാർഷ്യൽ എൻക്ലോസ്ഡ് ഫ്ലോ പാറ്റേണിന്റെ അതിന്റെ നെക്സ്റ്റ് ഫിഗർ മാറി. ഇവിടെ ഒരു ഫിഗറിന്റെ താഴത്തെ പോർഷൻ ഓക്കെ. ഇത് ഇവിടെ ഒരു ഗ്രാഫ് വന്നേക്കാണ്. ഇവിടെ നമുക്കൊരു ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ്, ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ആണ് സ്മോൾ എച്ച്. അതുപോലെ ടയറിന്റെ ഡയമീറ്റർ ഡി. അപ്പൊ നമുക്കൊരു h/d റേഷ്യോ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ h/d റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡ്രാഗ് കോഎഫിഷ്യന്റ് വേരിയേഷൻ, അതാണ് ഇവിടെ ഈ h/d റേഷ്യോ ആണ് ഇവിടെ കാണുന്നത്. ഈ h/d റേഷ്യോ വേരി ചെയ്യുന്നതിനനുസരിച്ചുള്ള ഈ ഡ്രാഗ് കോഎഫിഷ്യന്റ്. അപ്പൊ ഈ h/d റേഷ്യോ കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? എച്ചും ഡിയും സെയിം ആവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഫുള്ളി എൻക്ലോസ്ഡ് ആവുന്നു അല്ലെ, താഴെ വരെ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴേക്കടെ പോകുന്നു എന്നുള്ള രീതിയിൽ. അതേസമയം h/d റേഷ്യോ കുറവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇതങ്ങ് മുകളിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന അതിന്റെ വേരിയേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ വേരിയേഷൻ അനുസരിച്ച് എന്താണ് ഡ്രാഗ് കോഎഫിഷ്യന്റ്, അതേപോലെ വീൽ ലിഫ്റ്റ് കോഎഫിഷ്യന്റ്, ഈ രണ്ട് കോഎഫിഷ്യൻസും വേരിയേഷൻ ആണ് കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് റെയർ എൻഡ് സ്പോയിലർ. റെയർ എൻഡ് സ്പോയിലർ അത് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഫിഗർ ആ വീഡിയോയിൽ കണ്ടു. ഒരു പർട്ടിക്കുലർ വെഹിക്കിൾ ഉണ്ട്. അപ്പൊ അതിന്റെ ഈ ഒരു റെയർ പോർഷനിൽ ഇങ്ങനെ ഒരു സാധനം എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്യും. അപ്പോ അതിന്റെയാണ് നമ്മൾ റെയർ എൻഡ് സ്പോയിലർ എന്ന് പറയും. അപ്പൊ ആ സ്പോയിലർ വെക്കുന്നുണ്ടുള്ള എയർ ഫ്ലോന്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. സ്പോയിലർ ഇല്ലെങ്കിൽ നേരെ പോകേണ്ടതാണ്. പക്ഷെ അവിടെ വരുമ്പോൾ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരും. നമ്മൾ ആ ഫിഗറിൽ കണ്ടായിരുന്നു. അപ്പൊ ആസ് എ റിസൾട്ട് എന്താണ്, അതെ ഇവിടെ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ടർബുലന്റ് വേക്ക് ഉണ്ടാവുന്നു. ഇവിടെ അതിന്റെ മുകളിൽ കൂടെ വരുമ്പോൾ എന്താണ്, റെഡ്യൂസ്ഡ് സ്പീഡ്, ഇൻക്രീസ് ഇൻ ദ പ്രഷർ. അപ്പൊ സ്പീഡ് കുറയുന്നു, പ്രഷർ കൂടുന്നു. ഇവിടെ സാധാരണ ഗതിയിൽ എന്താണ്, ലോ പ്രഷർ ആണ് മുകളിൽ വരുന്നത്. ടോപ്പ് പോർഷനിൽ ലോ പ്രഷറും ഹൈ സ്പീഡും ആയിരുന്നു വരുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു എൻ സ്പോയിലർ വെക്കുന്നതുകൊണ്ട് എന്താണ്, ഇതിന്റെ ആ സ്പോയിലറിന്റെ മുകളിൽ കൂടെ വരുമ്പോൾ എന്താണ്, റെഡ്യൂസ്ഡ് സ്പീഡ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ആയിരിക്കും അതിന് താഴെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു റിസൾട്ടന്റ് നെഗറ്റീവ് ലിഫ്റ്റ് ടെൻഡൻസി, അല്ലെങ്കിൽ താഴേക്കൊരു ഫോഴ്സ് വരാനുള്ള ടെൻഡൻസി വരും. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ അത് മുകളിലേക്കായിരിക്കും പോവുക. അപ്പൊ താഴേക്ക് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു എൻ സ്പോയിലർ നമുക്ക് ഉപയോഗിക്കാം. സ്പോയിലർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ അതിന്റെ വേരിയേഷൻ കാണിച്ചിരിക്കുന്നത് ലിപ്പ് ഹൈറ്റ്. അതിന്റെ ലിപ്പ് ഹൈറ്റിന്റെ
കൂടുന്നതിനനുസരിച്ച് ഉള്ള എന്താണ് ഇതിന്റെ ഫ്രണ്ട് ലിഫ്റ്റ് അതുപോലെ ഡ്രാഗിന്റെ ഒക്കെ വേരിയേഷൻ ആണ് കാണിച്ചേക്കുന്നത്. അതുപോലെ റെയർ ലിഫ്റ്റിന്റെ വേരിയേഷൻ ആണ് കാണിച്ചേക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എയറോഫോയിൽ വിങ്സ്, ഇപ്പൊ ഈ പറഞ്ഞ സ്പോയിലറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ F1 കാറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലെ, ഇതേപോലെ ഒരു എയറോഫോയിൽ വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടാണ് ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും, താഴെ എന്തായിരിക്കും ഒരു ലോ പ്രഷർ റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ത്രസ്റ്റ് താഴേക്ക് ഉണ്ടാവും. അപ്പൊ താഴേക്കൊരു ത്രസ്റ്റ് വരുന്നുണ്ടാവും. അങ്ങനെയാണ് യൂസിങ് ദ എയറോഫോയിൽ വിങ്സ്. എയറോഫോയിൽ വിങ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ടോപ്പിക്കാണ് വരുന്നത് ആഫ്റ്റർ ബോഡി ഡ്രാഗ്. അപ്പം ഈ ബോഡിയുടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വെഹിക്കിളിന്റെ ആഫ്റ്റർ ബോഡി അല്ലെങ്കിൽ ഈ റെയർ പോർഷനിൽ വരുന്ന അവിടെ ഒരു ഡ്രാഗ് ഉണ്ടാകുന്നു. അപ്പൊ അത് പലതരം മോഡലുകൾ വരുന്നുണ്ട്. നമുക്കിപ്പം സ്ക്വയർ ബാക്ക് മോഡൽ, അതുപോലെ ഫാസ്റ്റ് ബാക്ക് മോഡൽ, അതേപോലെ ഹാച്ച് ബാക്ക്, നോച്ച് ബാക്ക് എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് ഈ 4 ടൈപ്പ് ബോഡീന്റെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ 4 ടൈപ്പിലും എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ എയർ ഫ്ലോ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതോടെ നിങ്ങളുടെ ഈ 5th മോഡ്യൂളും കഴിയും, നമുക്ക് പരിപാടി അടച്ച് കൂട്ടാം. ഓക്കെ, അപ്പം കാർത്തികൻ നമ്പ്യാരെ ഇതിനകത്തുണ്ടോ? ഹലോ, ഉണ്ടല്ലേ, ഭാഗ്യം. അപ്പം ഫസ്റ്റ് കേസാണ് സ്ക്വയർ ബാക്ക് ഡ്രാഗ്. ഇപ്പം സ്ക്വയർ ബാക്ക് ഡ്രാഗ്, ഇപ്പൊ സ്ക്വയർ ബാക്ക് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ വണ്ടികളാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്ലോ നോക്കുവാണെങ്കിൽ, ഇപ്പം എയർ ഫ്ലോ ചെയ്യാണ്, ഇവിടെ ഇങ്ങനെ എയർ ഫ്ലോ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ, റെയർ പോർഷനിൽ ഇവിടെ നോക്കി അറിയാം ഇവിടുത്തെ ആംഗിൾ, അതായത് ഇപ്പൊ ഒരു ഹൊറിസോണ്ടലും ഈ ഒരു സർഫസും തമ്മിലുള്ള ആംഗിൾ, ആ ഒരു പർട്ടിക്കുലർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50 to 90 50 to 90 ഡിഗ്രി വരുന്ന വണ്ടികളെ എല്ലാത്തിനും നമ്മൾ പറയുന്നതാണ് ഈ സ്ക്വയർ ബാക്ക് മോഡൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ സ്ക്വയർ ബാക്ക് കാർസ് ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടുത്തെ എയറോഡൈനാമിക്സ് ആണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ബേസ് ഏരിയ വേക്ക് ഇതെല്ലാം ഒരു പാരലൽ ആയിട്ടായിരിക്കും പോവുക. ഓക്കെ, പാരലായിരിക്കും. ഇതിന്റെ ഫ്ലോ സെപ്പറേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റെയർ സ്ക്രീൻ പാനൽ, ഇതാണ് ഈ സ്ക്രീൻ പാനലും ഈ ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനെ നമ്മൾ റെയർ ആൻഡ് സ്ലോപ്പ് സർഫസ് ആംഗിൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. റെയർ ആൻഡ് സ്ലോപ്പ് സർഫസ് ആംഗിൾ അത് ഏകദേശം ഒരു 50 to 90 ഡിഗ്രി വരുന്നതിനാണ് നമ്മൾ എന്താണ് ഈ സ്ക്വയർ ബാക്ക് മോഡൽ നമ്മൾ പറയാ, സ്ക്വയർ ബാക്ക് സ്റ്റൈൽ എന്ന് പറയും. ഇവിടെ there is no variation in the after body drag and the whole base are in parallel sided square back and the configuration becomes low negative pressure wake region. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ആയിരിക്കും ഉണ്ടാവുക, എന്ത് ചെയ്യും ബേസ് റീജിയൻ, ഇവിടെ നെഗറ്റീവ് പ്രഷർ ഉണ്ടാവും, അതുകൊണ്ടൊരു ഡ്രാഗ് ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ വണ്ടിയിലുള്ള പോലെ. ഒരു പർട്ടിക്കുലർ ഡ്രാഗ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം പാരലൽ ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഓരോ പോർഷനിലും നോക്കാം. ഇവിടുത്തെ പോർഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇതിപ്പോ ഏത് വേണേലും ആവാം. ഈ ഒരു പോർഷനിൽ വരുമ്പോഴാണ് ഫ്ലോ സെപ്പറേഷൻ വരുന്ന. ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും ഫ്ലോ സെപ്പറേഷൻ വന്നിട്ട് നേരെ പാരലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു സ്ക്വയർ ബാക്ക് ഡ്രാഗിന്റെ കേസ്. ഇതാണ് അതിന്റെ ഫിഗേഴ്സ്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ കാറിന്റെ മോഡൽ വരുന്നത്. ഈ ടൈപ്പ് ആണ് ഉണ്ടാവുക. ഇതായിരുന്നു അതിന്റെ എയറോഡൈനാമിക് ഫ്ലോ. നൗ ഫാസ്റ്റ് ബാക്ക് ഡ്രാഗ്. ഫാസ്റ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നല്ല ചരിവോടുണ്ടാവും, നല്ല ഇൻക്ലിനേഷൻ വരുന്നുണ്ട്. ഇൻക്ലിനേഷൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ആംഗിൾ വളരെ കുറവായിരിക്കും. ഈ പറഞ്ഞ എന്താണ് റെയർ ആൻഡ് സ്ലോപ്പ് സർഫസ് ആംഗിൾ അത് വളരെ കുറവായിരിക്കും. ഓഫ് ദ ഓർഡർ എത്രയാണ്, ബിലോ 25 ഡിഗ്രിക്ക് താഴെ വരുന്ന റേഞ്ചിലുള്ള മോഡൽസ്, അതിനെയാണ് നമ്മൾ ഫാസ്റ്റ് ബാക്ക് ഡ്രാഗ്. അതാണ് ശരിക്കും നല്ല ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ ഫിഗർ ഈ കാണുന്ന ഒരു കാർ ഏകദേശം ആ ഒരു മോഡലാണ്, ഫാസ്റ്റ് ബാക്ക് മോഡലാണ്. ഇതാണ് അതിന്റെ ഫിഗർ. ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ ആ സ്ലോപ്പ് സർഫസ് ആംഗിൾ ഇവിടെ ഇപ്പം പറഞ്ഞേക്കുന്ന ഈ ഒരു 22 to 10 ഡിഗ്രി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്.
മോസ്റ്റ്ലി 25 താഴെയുള്ളതിനൊക്കെ നമ്മൾ പറയുന്നത് ഫാസ്റ്റ് ബാക്ക് മോഡൽ എന്നാണ് പറയുന്നത്. ഇതിന്റെ കേസിൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇവിടുത്തെ ബേസ് ഏരിയ കുറവാണ്. ഇവിടെയും ഒരു നെഗറ്റീവ് പ്രഷർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ റെയർ സ്ക്രീൻ പാനൽ നോക്കി അറിയാം എന്താണ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സ്മോൾ ആംഗിൾ. ഒരു വേരിയേഷൻ പറഞ്ഞേക്കാണ് ഇപ്പൊ 3 ടൈപ്പും. അതായത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ക്വയർ ബാക്ക് മോഡൽ, അതേപോലെ ഫാസ്റ്റ് ബാക്ക്, ഇനി ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വരുന്നുണ്ട്. അത് ഇതിന് രണ്ടിനും ഇന്റർമീഡിയറ്റ് ആയിട്ട്, അതായത് സ്ക്വയർ ബാക്കിനായിരുന്നപ്പോ എത്രയായിരുന്നു 50 to 90 ഡിഗ്രി ആയിരുന്നു ആംഗിൾ. ഫാസ്റ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ബിലോ 25 ഡിഗ്രി. അപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ ഇടയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ 25 to 50 ആ റേഞ്ച് വരുന്നതിനൊക്കെ നമ്മൾ ഹാച്ച് ബാക്ക് എന്ന് പറയും. ഈ 3 കേസിലെയും ഈ ഡ്രാഗ് കോഫിഷ്യന്റെ വേരിയേഷൻ വിത്ത് ദ ആംഗിൾ, ഈ പറഞ്ഞ പർട്ടിക്കുലർ ആംഗിളിന്റെ ഇടയ്ക്ക് വരുന്ന വേരിയേഷൻ, അതിന്റെ ഡ്രാഗ് കോഫിഷ്യന്റെ വേരിയേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്രയും 0 to 25 എന്ന് പറയുന്നത് എന്താണ് ഫാസ്റ്റ് ബാക്ക് ആണ്. ഈ ഒരു ഫാസ്റ്റ് ബാക്ക് ആയിരുന്നു. അപ്പൊ ഫാസ്റ്റ് ബാക്കിന്റെ കേസിലുള്ള വേരിയേഷൻ ഡ്രാഗ് കോഫിഷ്യന്റ് വേരിയേഷൻ, അതുപോലെ ഹാച്ച് ബാക്കിന്റെ കേസിലുള്ള വേരിയേഷൻ ഇങ്ങനെയാണ്. ഈ സ്ക്വയർ ബാക്കിനാകുമ്പോൾ എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഹാച്ച് ബാക്ക് ഇതിപ്പോ നമ്മുടെ ഇന്ത്യയിലുള്ള ഹാച്ച് ബാക്ക് മോഡൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പോളോയും പിന്നെ എന്താ പറയാ ഗ്രാൻഡ് ഐ10ഉം ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം ഹാച്ച് ബാക്കിന്റെയും ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹാച്ച് ബാക്ക് മോഡലാണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തന്നെ അറിയാം, 25 to 50 ഡിഗ്രി ആണ് വരിക. ഇവിടെയും ഇതിന്റെ എയറോഡൈനാമിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിലായിരിക്കും. ഇതായിരിക്കും അതിന്റെ ബേസ് ഏരിയ ബേക്ക്, ഇന്റർമീഡിയറ്റ് റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അവിടെയും ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാവും. അവിടെ അത് കാരണം ഉണ്ടാവുന്ന ഡ്രാഗ്, അതാണ് ഹാച്ച് ബാക്ക് ഡ്രാഗ്. അവിടെ ഇതിന്റെ വോർട്ടെക്സിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് അതിന്റെ വോർട്ടെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് എയർ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ. വോർട്ടെക്സ് ഇപ്പൊ ഈ വോർട്ടെക്സ് കാരണം ഇവിടെ എന്താണ് ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ പോർഷനിലൊക്കെ. ഇതിന്റെ എയർ സ്ട്രീമിന്റെ മോഷൻ ആണ് കാണിക്കുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് നോച്ച് ബാക്ക് ഡ്രാഗ്. അപ്പൊ ഇതേപോലെ തന്നെ നോച്ച് ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഇനി കുറഞ്ഞിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കട്ടിങ് പോലെ വരുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ നോച്ച് ബാക്ക് ഡ്രാഗ് എന്ന് പറയും. ഓക്കെ. അപ്പൊ അതിനെന്താന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്ഡ് റെയർ ആൻഡ് ബോഡി പ്രൊഫൈൽ, ഉള്ളതിനെയാണ് നമ്മൾ പൊതുവെ നോച്ച് ബാക്ക് സ്റ്റൈൽ നമ്മൾ പറയും. ഓക്കെ. സോ വേർ പാസഞ്ചർ കമ്പാർട്ട്മെന്റ് window, rear window will be inclined downwards to meet the horizontal rear extending boot lid. അപ്പൊ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ ഒരു നോച്ച് ബാക്ക് ഡ്രാഗ് എന്ന് പറയും. അപ്പം ഇതിന്റെ ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് നോച്ച് ബാക്ക് കോൺഫിഗറേഷൻ. ഇതിനകത്ത് നോച്ച് ബാക്ക് കൊണ്ട് ഇവിടെ ഫ്ലോ സെപ്പറേഷൻ വരുന്നുണ്ട്. പിന്നീട് വീണ്ടും ഇവിടെ ഫ്ലോ അറ്റാച്ച്മെന്റ് ആൻഡ് സെപ്പറേഷൻ, ഇവിടെ ഫ്ലോ വീണ്ടും അറ്റാച്ച്ഡ് ആവുന്നു, വീണ്ടും സെപ്പറേറ്റ് ചെയ്യും. ഇവിടെയും ഫ്ലോ സെപ്പറേഷൻ ഉണ്ടാവുന്നു. ഇതാണ് അതിന്റെ ബേസ് ഏരിയ ബേക്ക്. ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാവുന്നു. ഈ നെഗറ്റീവ് പ്രഷർ കാരണം ഉണ്ടാവുന്ന ഡ്രാഗ്, ഈ കേസിൽ അതിനെയാണ് നമ്മൾ നോച്ച് ബാക്ക് ഡ്രാഗ് എന്ന് പറയാം. അതിന്റെ വേരിയേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് എന്താ പറയാ, ഈ എഫക്റ്റീവ് സ്ലോപ്പ് ആംഗിൾ, ഈ പറഞ്ഞ എഫക്റ്റീവ് സ്ലോപ്പ് ആംഗിളിന്റെ ഇൻഫ്ലുവൻസ് ഓൺ ദ ഡ്രാഗ് കോഎഫിഷ്യന്റ് അതെന്താന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഫിഗർ ഉണ്ടാവും. ഇവിടെ സ്ലോപ്പ് ആംഗിൾ പറഞ്ഞുണ്ട്, സ്ലോപ്പ് ആംഗിൾ തീറ്റ ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ ബൂട്ട് ഹൈറ്റ് അനുസരിച്ച് പല പല ബൂട്ട് ഹൈറ്റ് ഉണ്ടാവും. ഇപ്പം ഒരു പർട്ടിക്കുലർ ബൂട്ട് ഹൈറ്റിന് അനുസരിച്ചുള്ള ആംഗിൾ തീറ്റ ഇ, അതിനാണ് നമ്മൾ റെയർ എഫക്റ്റീവ് സ്ലോപ്പ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തന്നെയാണ്. അതായത് ഈ ഒരു ബൂട്ട് ഹൈറ്റ് ഇവിടം വരെയാണെങ്കിൽ ഇതായിരിക്കും തീറ്റ ഇ. ഇനി അതിന്റെ ഹൈറ്റ് ഇവിടം വരെയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഹൈറ്റ് കുറച്ചും കൂടെ താഴെയാണെങ്കിൽ അതിനനുസരിച്ച് വേരി ചെയ്യും. ആ ആംഗിൾ ആണ് ഈ തീറ്റ ഇ. ഓക്കെ. റെയർ എഫക്റ്റീവ് സ്ലോപ്പ് ആംഗിൾ. അപ്പം റെയർ എഫക്റ്റീവ് സ്ലോപ്പ് ആംഗിൾ അനുസരിച്ച് ഉള്ള ചേഞ്ച് ഇൻ ദ ഡ്രാഗ് കോഎഫിഷ്യന്റ്. സോ ദ ഡ്രാഗ് കോഎഫിഷ്യന്റ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദിസ് പർട്ടിക്കുലർ ആംഗിൾ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ.
ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന കേസ്. നോച്ച് ബാക്ക് ഡ്രാഗ്. അപ്പോൾ